നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റി പ്രീമിയർ ലീഗിൽ കളി തിരികെ പിടിച്ച കാഴ്ചയാണല്ലോ ഇപ്പോൾ കാണുന്നത്. വീണ്ടും ഒരു കിരീടത്തിലേക്കാണ് അവർ പോകുന്നത് എന്ന ചോദ്യം എന്തായാലും ഇപ്പോൾ ആരാധകരുടെ മനസ്സിലുണ്ട്. എങ്ങനെ വന്നാലും പെപ് ഗാർഡിയോള അവസാനമാകുമ്പോഴേക്കും കളി തിരികെ പിടിക്കുന്നു. ആ ഒരു മാജിക്കൽ ടച്ച് വേറെ തന്നെയാണ്. ഇപ്പോൾ പെപ്പ് ഈ സീസണോടുകൂടി മാഞ്ചസ്റ്റർ സിറ്റി വിടുമോ? പെപ്പിനോട് ചോദിച്ചാൽ ഒന്നും അദ്ദേഹം തുറന്നങ്ങ് പറയില്ല. പോകാം, ചിലപ്പോൾ ഇപ്പോൾ പോവും, അല്ലെങ്കിൽ നാളെ പോവും, അല്ലെങ്കിൽ തുടരും, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറയുക അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ. എന്നാൽ ഫാബ്രിസിയോ റൊമാനോ ചില സൂചനകൾ നൽകുന്നുണ്ട്. സിറ്റിയുടെ പ്ലാൻ എന്താണ്? പെപ്പിന് പോകണമെങ്കിൽ പോകാം, പെപ്പിനെ തടയില്ല. അദ്ദേഹത്തിന് എന്താണോ ഇഷ്ടം അത് ചെയ്യാൻ സിറ്റി വിടും. പിന്നെ എൻസോ മരസ്കയാണ് പെപ്പിന് പകരം ഏറ്റവും അധികം പ്രാധാന്യത്തോടു കൂടി ഇപ്പോൾ സിറ്റി കാണുന്നത് എന്നുകൂടി ഫാബ്രിസിയോ റൊമാനോ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റി വിൽ ലെറ്റ് പെപ് ഗാർഡിയോള ഡിസൈഡ് വാട്ട് ഹി വാണ്ട്സ് ടു ഡു വിത്ത് ഹിസ് ഫ്യൂച്ചർ. അദ്ദേഹത്തിൻ്റെ ഭാവി എന്താണ് എന്ന് പെപ്പിന് തീരുമാനിക്കാം. അതിന് സിറ്റി അനുവദിക്കും. അദ്ദേഹത്തിന് പോകണമെങ്കിൽ പോകാം, നിൽക്കണമെങ്കിൽ നിൽക്കാം, അത് അദ്ദേഹത്തിന് തീരുമാനിക്കാം. ജനുവരിയിൽ തന്നെ ഫാബ്രിസിയോ അടക്കമുള്ള ജേർണലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ എൻസോ മരസ്ക ഈസ് ദി ഫേവറേറ്റ് കാൻഡിഡേറ്റ് വെൻ പെപ്പ് ഡിസൈഡ്സ് ടു ലീവ്. പെപ്പ് പോകാൻ തീരുമാനിച്ചാൽ എൻസോ മരസ്കയാണ് ഫേവറേറ്റ് കാൻഡിഡേറ്റ്. സിറ്റിക്ക് താല്പര്യം എൻസോ മരസ്കയെ കൊണ്ടുവരാനാണ്. ഏതായാലും കൊമ്പനിയുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ടായിരുന്നു. സിറ്റിയിലേക്ക് കൊമ്പനി എത്തുമോ എന്ന ചോദ്യം ഇപ്പോൾ എന്തായാലും ഭയങ്ങളിൽ തുടരുകയാണല്ലോ. കൊമ്പനി അവിടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ കൊമ്പനിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും കൂടുതൽ സിറ്റി പ്രാധാന്യം കൊടുക്കുന്നത് അപ്രീസിയേറ്റ് ചെയ്യുന്നത് മരസ്കയാണ് എന്ന് കൂടി ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നു. ഡിസ്പൈറ്റ് റിപ്പോർട്ട്സ് ഓൺ കൊമ്പനി, മാഞ്ചസ്റ്റർ സിറ്റി FC റിയലി അപ്രീസിയേറ്റ് മരസ്ക എന്നാണ് ഫാബ്രിസിയോയുടെ റിപ്പോർട്ട്. അപ്പോൾ എന്തും സംഭവിക്കാം. ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സീസൺ കഴിഞ്ഞാൽ പല ക്ലബ്ബുകളിലും പല മാറ്റങ്ങളും വരാൻ പോകുന്നു. റയൽ മാഡ്രിഡിലൊക്കെ താരങ്ങൾ തന്നെ മാറ്റമുണ്ടാകാം. ബാഴ്സലോണ അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കടക്കുന്നു. ഡെക്കോ ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളിൽ പോയിട്ട് പല പ്ലേയേഴ്സിൻ്റെ ഏജൻറ്റുമാരുമായിട്ട് സംസാരിക്കുന്നു. സോ വലിയ മാറ്റങ്ങൾ ഈ സമ്മറിൽ വരാൻ പോകുന്നു. അതുപോലെ തന്നെ സിറ്റിയിൽ ഒരു പക്ഷേ പെപ്പ് തന്നെ പുറത്തു പോകാനുള്ള സാധ്യത, പെപ്പ് പുറത്തു പോകുന്ന പറഞ്ഞാൽ അദ്ദേഹം സ്വയം തീരുമാനിച്ച് അവിടം വിടാനുള്ള സാധ്യത തെളിയുന്നു എന്ന് വേണം ഫാബ്രിസിയോയുടെ ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.